ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ വിഭവം ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഇലക്കറി കഴിക്കാൻ ഭയങ്കര മടിയാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഉപ്പേരിയുടെയും കറിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. എന്നിട്ടൊരു കുക്കറിലേക്ക് കടലപ്പരിപ്പും കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് മത്തൻ്റെ ഇലയാണ്. ഈ ഇല നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വലിയ തണ്ടൊന്നും പെടാത്ത രീതിയിൽ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. നാട്ടിൽ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് ഈ മത്തൻ്റെ ഇലയും ഒക്കെ നന്നാക്കി എടുക്കുക. എനിക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചതച്ചതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലയുണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ മുളകും മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന വരെ ഇളക്കിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നമുക്കിങ്ങനെ ഇറങ്ങി വരും. പകുതി വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അതിനെ ഇളക്കിയിട്ട് 5 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഉണ്ടല്ലോ, ഏകദേശം ഈ പാകം കേട്ടോ ആവാൻ പാടുള്ളൂ. ഒരു വിസിലൊക്കെ നമ്മൾ അടിച്ചെടുത്താൽ മതി, അത് വെന്തുടയാൻ പാടില്ല. നമ്മളിത് ഉപ്പേരി പോലെയല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് ഇത്ര വേവിച്ചെടുത്താൽ മതി കടലപ്പരിപ്പ്. എന്നിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഇലയിലേക്ക് കടലപ്പരിപ്പ് ഇട്ടിട്ട് അതിനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ കുറച്ച് കഴിച്ചു നോക്കുക. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് 2-3 മിനിറ്റും കൂടിയും ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുക. കാരണം നമ്മൾ കടലപ്പരിപ്പിൽ ഉപ്പൊന്നും ഇടാതെയാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതിനെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിലധികം കടലപ്പരിപ്പിൽ മസാലയൊന്നും പിടിക്കില്ല. ചില സമയത്ത് ഈ പരിപ്പൊക്കെ നമ്മൾ കുക്കറിൽ ഉപ്പിട്ട് വേവിക്കുമ്പോൾ അത് വെന്ത് കിട്ടില്ല, ഒരു കല്ലച്ച പോലെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാതെ വേവിച്ചിട്ടോ. നിങ്ങൾക്ക് ഇനി ഉപ്പിടണമെങ്കിൽ അങ്ങനെ ഉപ്പിട്ടിട്ട് വേവിക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് കേട്ടോ. നിങ്ങളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മത്തൻ്റെ ഇല കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കും. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഇല വെച്ചിട്ട് തന്നെ ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരൊറ്റ വിസിൽ മതി നമുക്ക് വെന്ത് കിട്ടാൻ. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലാണ് വരുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊട്ടിച്ചെടുക്കുക ചെയ്തിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇലയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. അത് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നെടുകെ കീറിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലയും കൂടി ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് നന്നായി ഇളക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഇലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് തക്കാളി വേവുന്നത് വരെ ഒന്നും കൂടിയും വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അതും കൂടിയും ചേർക്കുക. അത് അത്യാവശ്യം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. മസൂർ ദാൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിരിക്കുന്നത്. എന്നിട്ട് ഈ പരിപ്പും ഇലയൊക്കെ നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കിയെടുക്കുക. അതിനുശേഷം കറി ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാം. അതല്ല കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക.
ഈ കറിയിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ കറിക്ക് നല്ല കട്ടിയുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ കറി വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക്, കറിവേപ്പില, പിന്നെ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടിയും ചേർത്തിട്ടുണ്ട്, ഒരു ഉണക്കമുളകും. ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇതിപ്പോൾ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എപ്പോഴും ഇലക്കറി കഴിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ ഈ കറിയിലേക്ക് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പായാലും മതി. നന്നായി ഒന്ന് വേവിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.